ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LDC 100 Days ചലഞ്ച് ഡേ 49 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, LDC 100 Days ചലഞ്ച് ഡേ 49 ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് എന്താണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി തിരുവിതാംകൂർ രാജവംശത്തെ പറ്റി ഒരു സീരീസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ മാർത്താണ്ഡവർമ്മയെ പറ്റിയും അതുപോലെ തന്നെ ധർമ്മരാജയെ പറ്റി പറഞ്ഞിരുന്നു. ഇനി ബാക്കിയുള്ള വ്യക്തിത്വങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്, അല്ലെങ്കിൽ രാജാക്കന്മാരെ കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്. അതിന്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, തിരുവിതാംകൂർ രാജവംശത്തിന്റെ പാർട്ട് 3 ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഇന്ന് ഏതൊക്കെ രാജാക്കന്മാരെ കുറിച്ച് അല്ലെങ്കിൽ തിരുവിതാംകൂർ ഭരണാധികാരികളെ കുറിച്ചാണ് പഠിക്കാനുള്ളതെന്ന്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, സുഹൃത്തുക്കളെ ഒരുപാട് പേര് ടെലിഗ്രാമിന്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട്. ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ ടെലിഗ്രാം ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ചാനലിന്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും PDF ഫയൽ അതിനകത്ത് ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾക്ക് അത് ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ടെലിഗ്രാമിന്റെ ലിങ്ക് കൃത്യമായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. സുഹൃത്തുക്കൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെ പറ്റിയാണ്. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെ പറ്റിയാണ്. 1798 മുതൽ 1810 വരെ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ 1798 മുതൽ 1810 വരെയാണ് തിരുവിതാംകൂർ ഭരിച്ചത്. അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണകോട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ദുർബലനും അപ്രാപ്യനുമായിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു രാമവർമ്മ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ദുർബലനും അപ്രാപ്യനുമായിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു രാമവർമ്മ. ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരനാരായണൻ ചെട്ടി, മാത്തൂർ തരകൻ എന്നിവർ ചേർന്ന മന്ത്രിസഭയ്ക്ക് രാജാവ് എല്ലാ ഭരണവും വിട്ടുകൊടുത്തു. ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരനാരായണൻ ചെട്ടി, മാത്തൂർ തരകൻ എന്നിവർ ചേർന്ന മന്ത്രിസഭയ്ക്ക് രാജാവ് എല്ലാ ഭരണവും വിട്ടുകൊടുത്തു. അജ്ഞത, ധൂർത്ത്, അത്യാഗ്രഹം എന്നീ 3 ദുർഗണങ്ങളുടെ കൂട്ടുകെട്ടായിരുന്നു ഈ മന്ത്രിസഭ. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരനാരായണൻ ചെട്ടി, മാത്തൂർ തരകൻ എന്നിവർ ചേർന്ന മന്ത്രിസഭയ്ക്ക് രാജാവ് എല്ലാ ഭരണവും വിട്ടുകൊടുക്കുകയും അജ്ഞതയും ധൂർത്തും അത്യാഗ്രഹം എന്നിവ ഈ 3 ദുർഗണങ്ങൾ കൂട്ടുകെട്ടായിരുന്നു ഈ മന്ത്രിസഭ. സ്വന്തം സാമ്പത്തിക ലാഭത്തിൽ ശ്രദ്ധ കൊടുത്ത ഇവർ പൊതുജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയില്ല. സ്വന്തം സാമ്പത്തിക ലാഭത്തിൽ ശ്രദ്ധ കൊടുത്ത ഇവർ പൊതുജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയില്ല. ഈ മന്ത്രിസഭയുടെ നയങ്ങൾ തിരുവിതാംകൂറിന്റെ ഖജനാവ് കാലിയാക്കി. ഈ മന്ത്രിസഭയുടെ നയങ്ങൾ എന്ന് പറയുന്നത് തിരുവിതാംകൂറിന്റെ ഖജനാവ് കാലിയാക്കി. ഒഴിഞ്ഞ ഖജനാവ് നിറയ്ക്കുന്നതിന് വേണ്ടി നാട്ടിലെ പ്രമാണിമാരിൽ നിന്നും നിർബന്ധിതമായി പണം കടം വാങ്ങുകയും ചെയ്തു. ഒഴിഞ്ഞ ഖജനാവ് നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒഴിഞ്ഞ തിരുവിതാംകൂർ ഖജനാവ് നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നാട്ടിലെ പ്രമാണിമാരിൽ നിന്നും നിർബന്ധിതമായിട്ട് പണം കടം വാങ്ങുകയും ചെയ്തു. ഈ മന്ത്രിസഭയ്ക്കെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ച വ്യക്തിത്വമായിരുന്നു വേലുത്തമ്പി ദളവ. പഠിച്ചോളണേ, ഈ മന്ത്രിസഭയ്ക്കെതിരെ അല്ലെങ്കിൽ ഈ ജയന്തൻ ശങ്കരൻ നമ്പൂതിരിയും ശങ്കരനാരായണൻ ചെട്ടിയും മാത്തൂർ തരകനും ചേർന്നിട്ടുള്ള മന്ത്രിസഭയ്ക്കെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ച വ്യക്തിത്വമായിരുന്നു ചോദിച്ചാൽ അത് വേലുത്തമ്പി ദളവയായിരുന്നു. പഠിക്കുക. അപ്പോൾ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ശ്രദ്ധിച്ചോളണേ. ദുർബലനും അപ്രാപ്യനുമായിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരനാരായണൻ ചെട്ടി, മാത്തൂർ തരകൻ എന്നിവർ ചേർന്ന മന്ത്രിസഭയ്ക്ക് രാജാവ് അല്ലെങ്കിൽ രാമവർമ്മ എല്ലാ ഭരണവും വിട്ടുകൊടുത്തു. അജ്ഞത, ധൂർത്ത്, അത്യാഗ്രഹം എന്നീ 3 ദുർഗണങ്ങളുടെ കൂട്ടുകെട്ടായിരുന്നു ഈ മന്ത്രിസഭ. സ്വന്തം സാമ്പത്തിക ലാഭത്തിന് ശ്രദ്ധ കൊടുത്ത ഇവർ പൊതുജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയില്ല. ഈ മന്ത്രിസഭയുടെ നയങ്ങൾ തിരുവിതാംകൂറിന്റെ ഖജനാവ് കാലിയാക്കുകയും ചെയ്തു. ഒഴിഞ്ഞ ഖജനാവ് നിറയ്ക്കുന്നതിന് വേണ്ടി നാട്ടിലെ പ്രമാണിമാരിൽ നിന്നും നിർബന്ധിതമായിട്ട് പണം കടം വാങ്ങുകയും ചെയ്തു ഈ മന്ത്രിസഭ. ഈ മന്ത്രിസഭയ്ക്കെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ച വ്യക്തിത്വമായിരുന്നു വേലുത്തമ്പി ദളവ. പഠിക്കുക. 1799 വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പ്രക്ഷോഭകർ നാഞ്ച് നാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നീങ്ങി. 1799 വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പ്രക്ഷോഭകര് നാഞ്ച് നാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നീങ്ങി. സമ്മർദ്ദത്തിലായ രാജാവ്
പ്രക്ഷോഭകരുടെ അഭിപ്രായം മാനിച്ച് മന്ത്രിസഭ പിരിച്ചുവിടുകയും ചെയ്തു. സമ്മർദ്ദത്തിലായ രാജാവ് പ്രക്ഷോഭകരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ആ മന്ത്രിസഭ പിരിച്ചുവിടുകയും ചെയ്തു. ചെമ്പകരാമൻ പിള്ളയെ വലിയ സർവ്വസൈനാധിപനായും അഥവാ ദളവയായും വേലുത്തമ്പിയെ മുളകുമടിശീലക്കാരനായും അല്ലെങ്കിൽ വ്യാപാര മന്ത്രിയായും അവരോധിച്ചു. ആരാണ്? ജനങ്ങള് അല്ലെങ്കിൽ രാമവർമ്മ അവരോധിക്കേണ്ടി വന്നു. അപ്പോ ചെമ്പകരാമൻ പിള്ളയെ വലിയ സർവ്വ സൈനാധിപനായിട്ടും അല്ലെങ്കിൽ ദളവ എന്നുള്ള പോസ്റ്റും നൽകി. വേലുത്തമ്പി ദളവയെ എന്ത് ചെയ്തു? മുളകുമടിശീലക്കാരൻ അഥവാ വ്യാപാര മന്ത്രിയായിട്ടും ആദ്യകാലത്ത് അവരോധിച്ചു. കേരളത്തിന്റെ ആധുനിക ചരിത്രത്തിൽ ആദ്യമായാണ് ജനകീയ പ്രക്ഷോഭത്തിലൂടെ ഒരു മന്ത്രിസഭ പിരിച്ചുവിടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ആധുനിക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജനപ്രക്ഷോഭത്തിലൂടെ ഒരു മന്ത്രിസഭ പിരിച്ചുവിടുന്നത്. 1800 റെസിഡന്റ് മെക്കാളയുടെ അംഗീകാരത്തോടുകൂടി വേലുത്തമ്പി ദളവയെ ദളവയായി രാമവർമ്മ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പോൾ ആദ്യകാലത്ത് വേലുത്തമ്പി ദളവ ആരായിരുന്നു? മുളകുമടിശീലക്കാരൻ അല്ലെങ്കിൽ വ്യാപാര മന്ത്രിയായിരുന്നു. 1800 റെസിഡന്റ് മെക്കാളയുടെ അംഗീകാരത്തോടുകൂടി വേലുത്തമ്പിയെ ദളവയായി രാമവർമ്മ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യകാലത്ത് വേലുത്തമ്പിയെ എന്തായിരുന്നു? മുളകുമടിശീലക്കാരനായിട്ടായിരുന്നു പ്രഖ്യാപിച്ചത്, അല്ലെങ്കിൽ വ്യാപാര മന്ത്രിയായിരുന്നു. തിരുവിതാംകൂറിന്റെ 1800 നമ്മുടെ റെസിഡന്റ് മെക്കാളയുടെ അംഗീകാരത്തോടുകൂടി വേലുത്തമ്പിയെ ദളവയായിട്ട് എന്ത് ചെയ്തു? രാമവർമ്മ പ്രഖ്യാപിക്കുകയും ചെയ്തു. പഠിക്കുക. അല്ലെങ്കിൽ വലിയ സർവ്വ സൈന്യാധിപനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആരാണ്? രാമവർമ്മ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 1799 വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പ്രക്ഷോഭകര് നാഞ്ചുനാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നീങ്ങി. സമ്മർദ്ദത്തിലായ രാമവർമ്മ രാജാവ് പ്രക്ഷോഭകരുടെ അഭിപ്രായം മാനിച്ച് മന്ത്രിസഭ പിരിച്ചുവിടുകയും ചെയ്തു. ചെമ്പകൻ രാമൻ പിള്ളയെ വലിയ സർവ്വ സൈന്യാധിപനായും അല്ലെങ്കിൽ ദളവയായിട്ടും വേലുത്തമ്പിയെ മുളകുമടിശീലക്കാരൻ അല്ലെങ്കിൽ വ്യാപാര മന്ത്രിയായിട്ടും അവർ അവരോധിക്കുകയും ചെയ്തു. കേരളത്തിന്റെ ആധുനിക ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ജനകീയ പ്രക്ഷോഭത്തിലൂടെ മന്ത്രിസഭ പിരിച്ചുവിടുന്നത്. അത് തിരുവിതാംകൂറിലാണ് സംഭവിച്ചത്. ആരുടെ കാലത്താണ്? രാമവർമ്മയുടെ കാലത്താണ്. 1800 റെസിഡന്റ് മെക്കാളയുടെ അംഗീകാരത്തോടുകൂടി വേലുത്തമ്പിയെ ദളവയായി രാമവർമ്മ പ്രഖ്യാപിക്കുകയും ചെയ്തു. പഠിക്കുക. രാമവർമ്മയുടെ പ്രശസ്തരായിട്ടുള്ള ദിവാൻമാരായിരുന്നു വേലുത്തമ്പി ദളവയും ഉമ്മിണിത്തമ്പിയും. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. PSC ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇവരുടെ ഭാഗത്ത് നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാമവർമ്മയുടെ പ്രശസ്തരായിട്ടുള്ള ദിവാൻമാർ ആരൊക്കെയായിരുന്നു? വേലുത്തമ്പി ദളവയും ഉമ്മിണിത്തമ്പിയും. ആദ്യമായി നമുക്ക് പഠിക്കുവാനുള്ളത് വേലുത്തമ്പി ദളവയുടെ ഭരണപരിഷ്കാരങ്ങളാണ്. വേലുത്തമ്പി ദളവയുടെ ഭരണപരിഷ്കാരങ്ങൾ നമുക്ക് പഠിക്കാം സുഹൃത്തുക്കളെ. അഴിമതിക്കാരും സത്യസന്ധരുമല്ലാത്ത ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. തിരുവിതാംകൂറിലെ അഴിമതിക്കാരായിട്ടുള്ളതും സത്യസന്ധരല്ലാത്തവരുമായിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും പിരിച്ചുവിട്ടു. സർക്കാർ കാര്യങ്ങള് കാലതാമസമില്ലാതെ നടക്കുന്നതിന് പ്രത്യേക നടപടികൾ കൈക്കൊണ്ടു. ദളവയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നികുതി വിഭാഗം പുനഃസംഘടിപ്പിക്കുകയും നികുതിയുടെ കൃത്യമായ സംഭരണം ഉറപ്പുവരുത്തുകയും ചെയ്തു. ആരാണ്? വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തില് നികുതി വിഭാഗം പുനഃസംഘടിപ്പിക്കുകയും നികുതിയുടെ കൃത്യമായ സംഭരണം ഉറപ്പുവരുത്തുകയും ചെയ്തു. എന്താണ് വേലുത്തമ്പിയുടെ ഭരണപരിഷ്കാര കാലത്ത്? ദിനംപ്രതിയുള്ള വരവ് ചെലവ് കണക്കുകൾ സമർപ്പിക്കാൻ അദ്ദേഹം എല്ലാ ജില്ലകളിലെയും താലൂക്കുകളുടെയും ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകി. ദിനംപ്രതിയുള്ള വരവ് ചെലവ് കണക്കുകൾ സമർപ്പിക്കാൻ അദ്ദേഹം എല്ലാ ജില്ലകളിലെയും താലൂക്കുകളുടെയും ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകി. ദിനംപ്രതിയുള്ള വരവ് ചിലവ് കണക്കുകൾ സമർപ്പിക്കാൻ അദ്ദേഹം അല്ലെങ്കിൽ വേലുത്തമ്പി ദളവ എല്ലാ ജില്ലകളിലെയും താലൂക്കുകളിലെയും ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകി. തിരുവിതാംകൂറിൽ ആദ്യമായി സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയായിരുന്നു. ഇപ്പോഴും PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് വേലുത്തമ്പി ദളവയായിരുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. രാമവർമ്മയുടെ പ്രശസ്തരായിട്ടുള്ള ദിവാൻമാരായിരുന്നു വേലുത്തമ്പി ദളവയും ഉമ്മിണിത്തമ്പിയും. വേലുത്തമ്പി ദളവയുടെ ഭരണപരിഷ്കാരങ്ങൾ നമുക്ക് നോക്കാം. അഴിമതിക്കാരും സത്യസന്ധരുമല്ലാത്ത ഉദ്യോഗസ്ഥന്മാരെയെല്ലാം പിരിച്ചുവിട്ടു തിരുവിതാംകൂറിൽ നിന്നും. സർക്കാർ കാലതാമസമില്ല അല്ലെങ്കിൽ സർക്കാർ പ്രവർത്തനങ്ങൾ കാലതാമസമില്ലാതെ നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക നടപടികൾ കൈക്കൊണ്ടു. ദളവയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നികുതി വിഭാഗം പുനഃസംഘടിപ്പിക്കുകയും നികുതിയുടെ കൃത്യമായ സംഭരണം ഉറപ്പുവരുത്തുകയും ചെയ്തു. ദിനംപ്രതിയുള്ള വരവ് ചെലവ് കണക്കുകൾ സമർപ്പിക്കാൻ അദ്ദേഹം എല്ലാ ജില്ലകളിലും താലൂക്കുകളിലും
ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. തിരുവിതാംകൂറിൽ ആദ്യമായി സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയായിരുന്നു. പഠിക്കുക. ഗ്രാമനിലവാരത്തിൽ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചത് ദളവയായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്. വേലുത്തമ്പി ദളവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നു ഗ്രാമനിലവാരത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ പ്രോത്സാഹനം. മറക്കരുത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തുടങ്ങിയ പട്ടണങ്ങളുടെ ക്ഷേമത്തിലും അഭിവൃദ്ധിയിലും അദ്ദേഹം വ്യക്തിപരമായ താല്പര്യം പുലർത്തിയിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തുടങ്ങിയ പട്ടണങ്ങളുടെ ക്ഷേമത്തിലും അഭിവൃദ്ധിയിലും അദ്ദേഹം വ്യക്തിപരമായ താല്പര്യം പുലർത്തിയിരുന്നു. തിരുവനന്തപുരം നഗരം നന്നാക്കുകയും ഒട്ടനവധി സർക്കാർ കെട്ടിടങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ആരാണ്? വേലുത്തമ്പി ദളവ. പഠിച്ചോളണേ. തിരുവനന്തപുരം നഗരം നന്നാക്കുകയും ഒട്ടനവധി സർക്കാർ കെട്ടിടങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ആരാണ്? വേലുത്തമ്പി ദളവ. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിക്കുകയും വിശാലമായ അങ്ങാടികൾ നിർമ്മിക്കുകയും ചെയ്തത് വേലുത്തമ്പി ദളവയാണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിക്കുകയും വിശാലമായ അങ്ങാടികൾ നിർമ്മിക്കുകയും ചെയ്തതാരെന്ന് ചോദിച്ചാൽ അത് വേലുത്തമ്പി ദളവയാണ്. ചങ്ങനാശ്ശേരി, തലയോലപ്പറമ്പ്, ആലങ്ങാട് മുതലായ പ്രധാന കേന്ദ്രങ്ങളിൽ ആഴ്ച ചന്തകൾ ആരംഭിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേലുത്തമ്പി ദളവയായിരുന്നു. പഠിച്ചോളനെ. ചങ്ങനാശ്ശേരി, തലയോലപ്പറമ്പ്, ആലങ്ങാട് മുതലായ പ്രധാന കേന്ദ്രങ്ങളിൽ ആഴ്ച ചന്തകൾ ഏർപ്പെടുത്തിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേലുത്തമ്പി ദളവയായിരുന്നു. തരിശുഭൂമികളിൽ വൻതോതിൽ നെൽകൃഷി നടത്തിയിരുന്നതും ആരായിരുന്നു? നമ്മുടെ വേലുത്തമ്പി ദളവയുടെ പ്രത്യേകതയായിരുന്നു. തരിശുഭൂമികളിൽ മുഴുവൻ വൻതോതിൽ നെൽകൃഷി നടത്തുന്നതിന് പ്രോത്സാഹനം നൽകിയ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് വേലുത്തമ്പി ദളവയായിരുന്നു. വേമ്പനാട് കായലിൽ കാട് പിടിച്ചു കിടന്നിരുന്ന പാതിരാമണൽ എന്ന തുരുത്ത് വെട്ടിത്തെളിയിച്ച് അവിടെ നെൽകൃഷിയും തെങ്ങ് കൃഷിയും ആരംഭിച്ചു. ഇമ്പോർട്ടന്റ് പോയിന്റ് വീണ്ടും വന്നിരിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ. വേമ്പനാട് കായലിൽ കാട് പിടിച്ചു കിടന്നിരുന്ന പാതിരാമണൽ എന്ന തുരുത്തിനെ വെട്ടിത്തെളിയിച്ച് അവിടെ നെൽകൃഷിയും അതുപോലെ തെങ്ങ് കൃഷിയും ആരംഭിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ഗ്രാമനിലവാരത്തിൽ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ച ദളവയാണെന്ന് ചോദിച്ചാൽ വേലുത്തമ്പി ദളവയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തുടങ്ങിയ പട്ടണങ്ങളുടെ ക്ഷേമത്തിലും അഭിവൃദ്ധിയിലും അദ്ദേഹം വ്യക്തിപരമായ താല്പര്യം പുലർത്തിയിരുന്നു. തിരുവനന്തപുരം നഗരം നന്നാക്കുകയും ഒട്ടനവധി സർക്കാർ കെട്ടിടങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിക്കുകയും വിശാലമായ അങ്ങാടികൾ നിർമ്മിക്കുകയും ചെയ്തു. ചങ്ങനാശ്ശേരി, തലയോലപ്പറമ്പ്, ആലങ്ങാട് മുതലായ പ്രധാന കേന്ദ്രങ്ങളിൽ ആഴ്ച ചന്തകൾ ഏർപ്പെടുത്തി. തരിശുഭൂമികളിൽ വലിയ തോതിൽ നെൽകൃഷി നടത്തി. വേമ്പനാട് കായലിൽ കാട് പിടിച്ചു കിടന്നിരുന്ന പാതിരാമണൽ എന്ന തുരുത്ത് വെട്ടിത്തെളിയിച്ച് അവിടെ നെൽകൃഷിയും തെങ്ങ് കൃഷിയും നടത്തുകയും ചെയ്തു. ആരാണ്? വേലുത്തമ്പി ദളവ. പഠിക്കുക. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് 1809 ജനുവരി മാസം 11-ാം തീയതി. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. പഠിക്കാതെ പോവല്ലേ. ഇമ്പോർട്ടന്റ് ആണ്. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയതെന്നാണ് 1809 ജനുവരി മാസം 11-ാം തീയതി. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയായിരുന്നു കുണ്ടറയിലെ ഇളമ്പന്നൂർ ക്ഷേത്രം. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി എന്ന് ചോദിച്ചാല് കുണ്ടറയിൽ സ്ഥിതി ചെയ്യുന്ന ഇളമ്പന്നൂർ ക്ഷേത്രമാണ്. 1809 പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി ദളവ ആത്മത്യാഗം ചെയ്തു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു. 1809 പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചിട്ട് വേലുത്തമ്പി ദളവ ആത്മത്യാഗം ചെയ്തു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു. വേലുത്തമ്പി ദളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ കണ്ണൻമൂലയിൽ പ്രദർശിപ്പിച്ചു. അതും പഠിച്ചോളണേ. PSC പ്രീവിയസ് ആയി ഒരിക്കൽ ചോദിച്ചതാണ്. വേലുത്തമ്പി ദളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ എവിടെയാണ് പ്രദർശിപ്പിച്ചതെന്ന് ഉത്തരം കണ്ണൻമൂലയിൽ. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി, പത്തനംതിട്ട. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്. അത് പത്തനംതിട്ട ജില്ലയിലാണ്. വേലുത്തമ്പി ദളവയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വേലുത്തമ്പി ദളവയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. വേലുത്തമ്പി ദളവയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ധനുവച്ചപുരം. അത് തിരുവനന്തപുരം ജില്ലയാണ്. മറക്കല്ലേ. വേലുത്തമ്പി ദളവയുടെ പേരിൽ സ്ഥാപിതമായിരിക്കുന്ന കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ധനുവച്ചപുരം. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയം, തിരുവനന്തപുരം. വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാ സുഹൃത്തുക്കളെ? നേപ്പിയർ മ്യൂസിയം. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇത്രയും PSC പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട് പഠിച്ചോളണേ. ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാം. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയതെന്നാണ് 1809 ജനുവരി മാസം 11-ാം തീയതി.
കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി എന്ന് ചോദിച്ചാല് കുണ്ടറയിലെ ഇളമ്പന്നൂർ ക്ഷേത്രമാണ്. 1809 പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി ദളവ ആത്മത്യാഗം ചെയ്തു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു. വേലുത്തമ്പി ദളവയുടെ മൃതദേഹം ബ്രിട്ടീഷുകാർ കണ്ണമ്മൂലയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. വേലുത്തമ്പി ദളവയുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി, പത്തനംതിട്ട ജില്ല. വേലുത്തമ്പി ദളവയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ, നമ്മുടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നില്. വേലുത്തമ്പി ദളവയുടെ പേരിൽ സ്ഥാപിതമായിരിക്കുന്ന കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് തനിവച്ചപുരം, തിരുവനന്തപുരം ജില്ല. വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് നേപ്പിയർ മ്യൂസിയം, തിരുവനന്തപുരത്താണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്ന ദിവാനാണ് ദിവാൻ ഉമ്മിണിത്തമ്പി. ആരാണ്? ദിവാൻ ഉമ്മിണിത്തമ്പി. അപ്പോൾ ദിവാൻ ഉമ്മിണിത്തമ്പിയുടെ ഭരണപരിഷ്കാരങ്ങൾ നമുക്കൊന്ന് നോക്കാം. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂർ ദിവാനായ വ്യക്തിയാണ് ഉമ്മിണിത്തമ്പി. ദൂരവ്യാപാര മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് ഉമ്മിണിത്തമ്പി. അപ്പോ വേലുത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂർ ദിവാനായ വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് ഉമ്മിണിത്തമ്പിയാണ്. ദൂരവ്യാപാര മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ തിരുവിതാംകൂർ ദിവാനാരെന്ന് ചോദിച്ചാൽ അത് ഉമ്മിണിത്തമ്പിയാണ്. വരവിനങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തിയ അദ്ദേഹം തിരുവിതാംകൂറിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തി. വരവിനങ്ങളിലെ പരമാവധി പ്രയോജനം വരുത്തിയ അദ്ദേഹം തിരുവിതാംകൂറിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തി. തിരുവിതാംകൂറിൽ പ്രത്യേക കാവൽ സമ്പ്രദായം നടപ്പിലാക്കുകയും ഓരോ ജില്ലയിലും ജയിൽ സ്ഥാപിക്കുകയും ചെയ്തത് ഉമ്മിണിത്തമ്പിയാണ്. പഠിച്ചോളനെ. തിരുവിതാംകൂറിലെ പ്രത്യേക കാവൽ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കുകയും ഓരോ ജില്ലകളിലും ജയിലുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ആരാണ്? ഉമ്മിണിത്തമ്പി. നീതിന്യായ നിർവഹണത്തിന് വേണ്ടി ഇൻസുവാഫ് കച്ചേരി എന്ന പേരിൽ 4 കോടതികൾ സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ ഉമ്മിണിത്തമ്പി. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഠിച്ചോളനെ. നീതിന്യായ നിർവഹണത്തിന് വേണ്ടിയിട്ട് ഇൻസുവാഫ് കച്ചേരികൾ എന്ന പേരിൽ 4 കോടതികൾ സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ഉമ്മിണിത്തമ്പിയായിരുന്നു. കോടതികളിൽ എല്ലാ ആവശ്യവുമുള്ള ഗുമസ്തന്മാരെ നിയമിക്കുകയും അതിനോടൊപ്പം നായർ ജഡ്ജിമാരെ നിയമിക്കുകയും ചെയ്തു. കോടതികളിലെ എല്ലാം ആവശ്യമുള്ള ഗുമസ്തന്മാരെ നിയമിക്കുകയും അതിനോടൊപ്പം നായർ ജഡ്ജിമാരെ നിയമിക്കുകയും ചെയ്തു. ആരാണ്? ഉമ്മിണിത്തമ്പി. തിരുവിതാംകൂറിൽ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാനാരെന്ന് ചോദിച്ചാൽ അത് ഉമ്മിണിത്തമ്പിയാണ്. പഠിച്ചോളനെ. തിരുവിതാംകൂറില് പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാനാരെന്ന് ചോദിച്ചാൽ അത് ഉമ്മിണിത്തമ്പിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. വേലുത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂർ ദിവാനായ വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് ഉമ്മിണിത്തമ്പിയാണ്. ദൂരവ്യാപാര മേഖലയിൽ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയ വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ തിരുവിതാംകൂർ ദിവാനാരെന്ന് ചോദിച്ചാൽ അത് ഉമ്മിണിത്തമ്പിയാണ്. വരവിനങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തിരുവിതാംകൂറിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തി. തിരുവിതാംകൂറിൽ പ്രത്യേക കാവൽ സമ്പ്രദായം നടപ്പിലാക്കുകയും ഓരോ ജില്ലയിലും ജയിൽ സ്ഥാപിക്കുകയും ചെയ്തു ഉമ്മിണിത്തമ്പി. നീതിന്യായ നിർവഹണത്തിന് വേണ്ടിയിട്ട് ഇൻസുവാഫ് കച്ചേരികൾ എന്ന പേരിൽ 4 കോടതികൾ സ്ഥാപിച്ചത് ഉമ്മിണിത്തമ്പിയായിരുന്നു. കോടതികളിലെല്ലാം ആവശ്യമുള്ള ഗുമസ്തന്മാരെ നിയമിക്കുകയും അതിനോടൊപ്പം നായർ ജഡ്ജിമാരെ നിയമിക്കുകയും ചെയ്തു. ആരാണ്? ഉമ്മിണിത്തമ്പി. തിരുവിതാംകൂറിൽ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാനാരെന്ന് ചോദിച്ചാൽ അത് ഉമ്മിണിത്തമ്പിയാണ്. പഠിക്കുക. തിരുവനന്തപുരത്തിനും നെയ്യാറ്റിൻകരയ്ക്കുമിടയിൽ കാട് വെട്ടിത്തെളിച്ച് അവിടെ നെയ്ത്തുകാരെ കുടിപാർപ്പിക്കാൻ ഇടപാടുകൾ ചെയ്തതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉമ്മിണിത്തമ്പിയായിരുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. തിരുവനന്തപുരത്തിനും നെയ്യാറ്റിൻകരയ്ക്കും ഇടയിലുള്ള കാടുകൾ വെട്ടിത്തെളിച്ചുകൊണ്ട് അവിടെ നെയ്ത്തുകാരെ കുടിപാർപ്പിക്കാൻ ഇടപാട് ചെയ്തതാരെന്ന് ചോദിച്ചാൽ അത് ഉമ്മിണിത്തമ്പിയാണ്. ഇങ്ങനെ വികസിച്ചു വന്ന പട്ടണത്തിന് നാടുവാഴുന്ന രാജാവിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ബാലരാമപുരം എന്ന പേര് നൽകുകയും ചെയ്തു. ഇങ്ങനെ വികസിച്ചു വന്ന പട്ടണത്തിന് നാടുവാഴുന്ന രാജാവിനെ അനുസ്മരിച്ചുകൊണ്ട് ബാലരാമപുരം എന്ന പേര് നൽകുകയും ചെയ്തു. അപ്പോൾ ബാലരാമപുരം പട്ടണത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ദിവാനാരെന്ന് ചോദിച്ചാൽ അത് ഉമ്മിണിത്തമ്പിയാണ്. ഇപ്പൊ മനസ്സിലായോ സുഹൃത്തുക്കളെ? അപ്പോ ഒന്നുകൂടി പറഞ്ഞുതരാം 2 പോയിന്റും. തിരുവനന്തപുരത്തിനും നെയ്യാറ്റിൻകരയ്ക്കും ഇടയിലുള്ള കാടുകൾ വെട്ടിത്തെളിച്ച് അവിടെ നെയ്ത്തുകാരെ കുടിപാർപ്പിക്കാൻ ഏർപ്പാട് ചെയ്തു ഉമ്മിണിത്തമ്പി. ഇങ്ങനെ വികസിച്ചു വന്ന പട്ടണത്തിന് നാടുവാഴുന്ന രാജാവിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ബാലരാമപുരം എന്ന പേര് നൽകുകയും ചെയ്തു. തിരുവിതാംകൂറിലെ പ്രധാന തുറമുഖം എന്ന രീതിയിൽ വിഴിഞ്ഞം തുറമുഖത്തിനെ വികസിപ്പിച്ചു ആര്? ഉമ്മിണിത്തമ്പി. തിരുവിതാംകൂറിലെ പ്രധാന തുറമുഖം എന്ന രീതിയിൽ വിഴിഞ്ഞം തുറമുഖത്തിനെ വികസിപ്പിച്ചു ആരാണ്? ഉമ്മിണിത്തമ്പി. പല ഭരണപരിഷ്കാരങ്ങളും കൊണ്ടുവന്നെങ്കിൽ കൂടിയും ജനങ്ങൾക്കിടയിൽ അപ്രിയനായിരുന്നു ഉമ്മിണിത്തമ്പി. പഠിച്ചോളനെ. പല ഭരണപരിഷ്കാരങ്ങളും കൊണ്ടുവന്നിരുന്നു നമ്മുടെ ഉമ്മിണിത്തമ്പി, എന്നാലും ജനങ്ങൾക്കിടയിൽ അപ്രിയനായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ആരടുത്ത്? ഉമ്മിണിത്തമ്പിയുടെ അടുത്ത്. 1810 ഭരണമേറ്റ റാണി ഗൗരി ലക്ഷ്മിഭായി ഉമ്മിണിത്തമ്പിയെ ഉദ്യോഗത്തിൽ നിന്നും നീക്കം ചെയ്തു. ഈ പോയിന്റ് അങ്ങ് പഠിച്ചോളനെ. 1810 ഭരണമേറ്റ റാണി ഗൗരി ലക്ഷ്മിഭായി ഉമ്മിണിത്തമ്പിയെ ഉദ്യോഗത്തിൽ നിന്നും നീക്കം ചെയ്യുക
ചെയ്യുകയും ചെയ്തു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. തിരുവനന്തപുരത്ത് നിന്നും നെയ്യാറ്റിൻകരയ്ക്കുമിടയിലുള്ള കാടുകള് വെട്ടിത്തെളിച്ച് അവിടെ നെയ്ത്തുകാരെ കുടിപാർപ്പിക്കാൻ ഇടപാട് ചെയ്തു. ഇങ്ങനെ വികസിച്ചു വന്ന പട്ടണത്തിന് നാട് വാഴുന്ന രാജാവിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ബാലരാമപുരം എന്ന പേര് നൽകുകയും ചെയ്തു. തിരുവിതാംകൂറിലെ പ്രധാന തുറമുഖം എന്ന രീതിയിൽ വിഴിഞ്ഞം തുറമുഖത്തിനെ വികസിപ്പിച്ചു. പല ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നെങ്കിലും കൂടിയും ജനങ്ങൾക്കിടയിൽ അപ്രിയനായിരുന്നു ഉമ്മിണിത്തമ്പി. 1810 ഭരണമേറ്റ റാണി ഗൗരി ലക്ഷ്മിബായി ഉമ്മിണിത്തമ്പിയെ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ള വ്യക്തിത്വമാണ് റാണി ഗൗരി ലക്ഷ്മിബായി. ആരാണ് റാണി ഗൗരി ലക്ഷ്മിബായി? 1810 മുതൽ 1815 വരെ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിബായി. 1810 മുതൽ 1815 വരെ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിബായി. നമുക്ക് റാണി ഗൗരി ലക്ഷ്മിബായിയെ കുറിച്ച് പഠിക്കാം. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി. ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ഉമ്മിണിത്തമ്പിയെ നീക്കം ചെയ്ത് റെസിഡന്റ് കേണൽ മൺട്രോയെ ദിവാനായി നിയമിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ഉമ്മിണിത്തമ്പിയെ നീക്കം ചെയ്തുകൊണ്ട് റെസിഡന്റ് കേണൽ മൺട്രോയെ ദിവാനായി നിയമിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി. ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി. ദേവസ്വം ഭരണം സർക്കാരിന്റെ കീഴിൽ സർക്കാർ ഏറ്റെടുക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? റാണി ഗൗരി ലക്ഷ്മിബായി ആയിരുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്, ഉമ്മിണിത്തമ്പിയെ നീക്കം ചെയ്തുകൊണ്ട് റെസിഡന്റ് കേണൽ മൺട്രോയെ ദിവാനായി നിയമിച്ചത് തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി എന്നറിയപ്പെടുന്നത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. പഠിക്കുക. റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണപരിഷ്കാരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണപരിഷ്കാരങ്ങൾ. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. തിരുവിതാംകൂറിലെ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച വർഷം 1812 ഡിസംബർ 5. ഈ വർഷം അങ്ങ് ഇപ്പൊ പഠിച്ചോളണേ. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വരാൻ പോകുന്ന ചോദ്യമാണ്, അതുകൊണ്ട് പഠിക്കുക. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച വർഷം 1812 ഡിസംബർ മാസം 5-ാം തീയതി. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സയും ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്തായിരുന്നു. തിരുവിതാംകൂറിലെ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതിക്ക് ആരംഭം കുറിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭം കുറിച്ചതാരെന്ന് ചോദിച്ചാല് അത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. പഠിക്കുക. ലക്ഷ്മിബായിയുടെ കാലത്ത് നീതിന്യായ ഭരണത്തിന് പരിഷ്കാരങ്ങൾ ഉണ്ടായി. പത്മനാഭപുരം, തിരുവനന്തപുരം, മാവേലിക്കര, വൈക്കം, ആലുവ എന്നിവിടങ്ങളിൽ തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിലെല്ലാം ജില്ലാ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്തു. ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി. അപ്പോൾ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്ത് നീതിന്യായ ഭരണത്തിലെ പരിഷ്കാരങ്ങൾ ഉണ്ടായി. പത്മനാഭപുരം, തിരുവനന്തപുരം, മാവേലിക്കര, വൈക്കം, ആലുവ എന്നിവിടങ്ങളില് തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്ത് ചെയ്തു? ജില്ലാ കോടതികൾ സ്ഥാപിച്ചു. ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവനന്തപുരത്ത് ദിവാൻ ഉൾപ്പെടെ 5 ജഡ്ജിമാരുള്ള ഒരു അപ്പീൽ കോടതി സ്ഥാപിച്ചു. തിരുവനന്തപുരത്ത് ദിവാൻ ഉൾപ്പെടുന്ന 5 ജഡ്ജിമാരടങ്ങുന്ന ഒരു അപ്പീൽ കോടതി സ്ഥാപിച്ചു. ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി. പഠിക്കുക. ഒന്നുകൂടി പറയാം. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച വർഷം 1812 ഡിസംബർ 5-നാണ്. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സയും നടപ്പിലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി ആണ്.
ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതിക്ക് പ്രാരംഭം കുറിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ കാലത്ത് നീതിന്യായ ഭരണത്തിന് പരിഷ്കാരങ്ങൾ ഉണ്ടായി. പത്മനാഭപുരം, തിരുവനന്തപുരം, മാവേലിക്കര, വൈക്കം, ആലുവ എന്നിങ്ങനെ തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ ജില്ലാ കോടതികൾ സ്ഥാപിക്കുകയും തിരുവനന്തപുരത്ത് ദിവാൻ ഉൾപ്പെടെയുള്ള 5 ജഡ്ജിമാരുള്ള ഒരു അപ്പീൽ കോടതി സ്ഥാപിക്കുകയും ചെയ്തു. റാണി ഗൗരി ലക്ഷ്മിഭായി പഠിക്കുക. അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളതാണ് കേണൽ മൺട്രോയെ പറ്റി. ആരെ പറ്റിയാ? കേണൽ മൺട്രോയെ പറ്റി. ഉമ്മിണിത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂർ ദിവാനായ വ്യക്തി കേണൽ മൺട്രോ. ഉമ്മിണിത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിന്റെ ദിവാനായിരുന്ന വ്യക്തിത്വമാരാണ്? കേണൽ മൺട്രോയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാൻ കേണൽ മൺട്രോ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഈ പറയുന്നത്. അത്രയും തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ അഹിന്ദുവായ ദിവാൻ കേണൽ മൺട്രോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ അഹിന്ദു അല്ലെങ്കിൽ ഹിന്ദു അല്ലാത്ത ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് ദിവാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേണൽ മൺട്രോയാണ്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. ഈ 4 പോയിന്റും നന്നായിട്ട് പഠിക്കുന്ന സുഹൃത്തുക്കളെ. ഉമ്മിണിത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂർ ദിവാനായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ കേണൽ മൺട്രോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ കേണൽ മൺട്രോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ അഹിന്ദുവായ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഹിന്ദു അല്ലാത്ത ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോ. പഠിക്കുക. കേണൽ മൺട്രോയുടെ ഭരണ പരിഷ്കാരങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കേണൽ മൺട്രോയുടെ ഭരണ പരിഷ്കാരങ്ങൾ. ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണ സമ്പ്രദായം തിരുവിതാംകൂർ നടപ്പിലാക്കിയ ദിവാൻ കേണൽ മൺട്രോ. ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണ സമ്പ്രദായം തിരുവിതാംകൂർ നടപ്പിലാക്കിയ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. സെക്രട്ടേറിയറ്റ് സംവിധാനം തിരുവിതാംകൂർ നടപ്പിലാക്കിയ ദിവാൻ കേണൽ മൺട്രോ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. സെക്രട്ടേറിയറ്റ് സംവിധാനം തിരുവിതാംകൂർ നടപ്പിലാക്കിയ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. സർക്കാർ നിലവാരത്തിലുള്ള എല്ലാ എഴുത്തുകുത്തുകളും ദിവാന്റെ അറിവോടുകൂടി നടത്തണമെന്ന് കേണൽ മൺട്രോ നിഷ്കർഷിച്ചിരുന്നു. ഈ ഇടയ്ക്ക് അങ്ങോട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സർക്കാർ നിലവാരത്തിലുള്ള എല്ലാ എഴുത്തുകുത്തുകളും ദിവാന്റെ അറിവോടുകൂടി നടത്തണമെന്ന് കേണൽ മൺട്രോ നിഷ്കർഷിച്ചിരുന്നു. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടുകയും സ്വഭാവശുദ്ധിയുള്ളവരെ തൽസ്ഥാനത്ത് നിയമിക്കുകയും ചെയ്തു കേണൽ മൺട്രോ. അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടുകയും സ്വഭാവശുദ്ധിയുള്ളവരെ തൽസ്ഥാനത്ത് നിയമിക്കുകയും ചെയ്തു ആരാണ്? കേണൽ മൺട്രോ. പൊതുചെലവിൽ കഴിയുന്നത്ര മിതവ്യയത്തിലുള്ള എല്ലാ നടപടികളും കേണൽ മൺട്രോ സ്വീകരിച്ചു. പൊതുചെലവിൽ കഴിയുന്നത്ര മിതവ്യയത്തിനുള്ള എല്ലാ നടപടികളും ആര് സ്വീകരിച്ചു? കേണൽ മൺട്രോ സ്വീകരിച്ചു. ഒന്നുകൂടി പറയാം, ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണ സമ്പ്രദായം തിരുവിതാംകൂർ നടപ്പിലാക്കിയ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ കേണൽ മൺട്രോയാണ്. സെക്രട്ടേറിയറ്റ് സംവിധാനം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ കേണൽ മൺട്രോ. സർക്കാർ നിലവാരത്തിലുള്ള എല്ലാ എഴുത്തുകുത്തുകളും ദിവാന്റെ അറിവോടുകൂടി നടത്തണമെന്ന് മൺട്രോ നിഷ്കർഷിച്ചു. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടുകയും സ്വഭാവശുദ്ധിയുള്ളവരെ തൽസ്ഥാനത്ത് നിയമിക്കുകയും ചെയ്തു. ഓരോ ഭൂ ഉടമയ്ക്കും കൈവശമുള്ള ഭൂമിക്ക് പട്ടയം നൽകി ക്രമമായ രീതിയിൽ പട്ടയം പിരിക്കുന്നതിനും ഇത് സഹായിച്ചു. പഠിച്ചോളെ, ഓരോ ഭൂ ഉടമയ്ക്കും കൈവശമുള്ള ഭൂമിക്ക് പട്ടയം നൽകുകയും കൃത്യമായ രീതിയിൽ പട്ടയം പിരിക്കുന്നതിന് ഇത് സഹായിക്കുകയും ചെയ്തു. കരക്കുടിശ്ശിക കൃത്യമായി പിരിച്ചെടുക്കുകയും പൊതുമുതൽ അപഹരിക്കുന്നത് തടയാൻ കർശനമായ നിയമങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്ത ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. കരക്കുടിശ്ശിക കൃത്യമായി പിരിച്ചെടുക്കുകയും പൊതുമുതൽ അപഹരിക്കുന്നത് തടയാൻ കർശന നിയമങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്ത തിരുവിതാംകൂർ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. തിരുവിതാംകൂറിൽ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഓഡിറ്റും അക്കൗണ്ടിംഗ് സമ്പ്രദായം നടപ്പിലാക്കിയ ദിവാൻ കേണൽ മൺട്രോ. പഠിച്ചോളെ, തിരുവിതാംകൂറിലെ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഡിറ്റിംഗ് അക്കൗണ്ടിംഗ് സമ്പ്രദായം നടപ്പിലാക്കിയ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പലതരം നികുതികളും കേണൽ മൺട്രോ പിൻവലിച്ചു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ പലതരത്തിലുള്ള നികുതികളും കേണൽ മൺട്രോ പിൻവലിച്ചു. കാര്യക്കാർ എന്ന ഉദ്യോഗ പേര് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലെ തഹസീൽദാർമാരെന്ന് മാറ്റിയതാരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കാര്യക്കാർ എന്ന ഉദ്യോഗ പേര് ബ്രിട്ടീഷ് ഇന്ത്യയിലേതുപോലെ തഹസീൽദാർ എന്ന പേരിലേക്ക് മാറ്റിയതാരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. ഒന്നുകൂടി പറയാം, ഓരോ ഭൂ ഉടമയ്ക്കും കൈവശമുള്ള ഭൂമിക്ക് പട്ടയം നൽകി ക്രമമായ രീതിയിലുള്ള പട്ടയം പിരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്തു. കരക്കുടിശ്ശിക കൃത്യമായി പിരിച്ചെടുക്കുകയും പൊതുമുതൽ അപഹരിക്കുന്നത് തടയാൻ കർശന നിയമങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. തിരുവിതാംകൂറിൽ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഓഡിറ്റിംഗ് അക്കൗണ്ടിംഗ് സമ്പ്രദായം നടപ്പിലാക്കിയ ദിവാനായിരുന്നു കേണൽ മൺട്രോ.
ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന പലതരം നികുതികളും കേണൽ മൺട്രോ പിൻവലിച്ചു. കാര്യക്കാരെന്ന ഉദ്യോഗ പേര് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലെ തഹസീൽദാർമാരെന്ന് മാറ്റിയതാരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. പഠിക്കുക. സൈനികവും നീതിന്യായവുമായ അധികാരങ്ങൾ ഒഴിവാക്കി നികുതി പിരിക്കുന്ന ചുമതല മാത്രം തഹസീൽദാർമാർക്ക് നൽകിയതാരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. പഠിച്ചോളനെ. സൈനികവും നീതിന്യായപരവുമായിട്ടുള്ള അധികാരങ്ങളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് നികുതി പിരിക്കുന്ന ചുമതല മാത്രം തഹസീൽദാർമാർക്ക് നൽകി ആരാണ്? കേണൽ മൺട്രോ. കള്ളക്കടത്ത് തടയാൻ ഉചിതമായ സ്ഥലങ്ങളിൽ ചൗക്കുകൾ എന്നറിയപ്പെടുന്ന ചെക്ക് പോസ്റ്റുകൾ ഏർപ്പെടുത്തിയ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ കേണൽ മൺട്രോയാണ്. കള്ളക്കടത്ത് തടയാനായിട്ട് ഉചിതമായ സ്ഥലങ്ങളിലെ ചൗക്കുകൾ എന്നറിയപ്പെടുന്ന ചെക്ക് പോസ്റ്റുകൾ ഏർപ്പെടുത്തിയ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. 1812 ഒരു രാജകീയ വിളംബരത്താൽ തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. ഇമ്പോർട്ടന്റ് ആണ്. 1812 ഒരു രാജകീയ വിളംബരത്താല് തിരുവിതാംകൂർ അടിമക്കച്ചവടം നിർത്തലാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. ധർമ്മശാസ്ത്രങ്ങളെയും കമ്പനികളുടെ ചട്ടങ്ങളെയും രാജ്യത്തിലെ നിലവിലുള്ള ആചാര മര്യാദകളെ ആസ്പദമാക്കിക്കൊണ്ട് ചട്ടവരി ഓലകൾ എന്ന പേരിൽ നിയമസംഹിത എഴുതി തയ്യാറാക്കിയ ദിവാൻ കേണൽ മൺട്രോ. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ധർമ്മശാസ്ത്രങ്ങളെയും കമ്പനികളുടെ ചട്ടങ്ങളെയും രാജ്യത്ത് നിലവിലുള്ള ആചാര മര്യാദകളെയും ആസ്പദമായിക്കൊണ്ട് അല്ലെങ്കിൽ ഇവന്മാരെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ചട്ടവരി ഓലകൾ എന്ന പേരിൽ ഒരു നിയമസംഹിത എഴുതി തയ്യാറാക്കിയ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. സൈനികവും നീതിന്യായപരവുമായ അധികാരങ്ങൾ ഒഴിവാക്കി നികുതി പിരിക്കുന്ന ചുമതല മാത്രം തഹസീൽദാർമാർക്ക് നൽകി ആരാണ്? കേണൽ മൺട്രോ. കള്ളക്കടത്ത് തടയുന്നതിന് ഉചിതമായ സ്ഥലങ്ങളിൽ ചൗക്കുകൾ എന്നറിയപ്പെടുന്ന ചെക്ക് പോസ്റ്റുകൾ നിർമ്മിച്ചു കേണൽ മൺട്രോ. 1812 ഒരു രാജകീയ വിളംബരത്താൽ തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോ ആയിരുന്നു. ധർമ്മശാസ്ത്രങ്ങളെയും കമ്പനികളുടെ ചട്ടങ്ങളെയും രാജ്യത്ത് നിലവിലുള്ള ആചാര മര്യാദകളെയും ആസ്പദമാക്കിക്കൊണ്ട് ചട്ടവരി ഓലുകൾ എന്ന പേരിൽ ഒരു നിയമസംഹിത എഴുതി തയ്യാറാക്കിയ ദിവാൻ കേണൽ മൺട്രോയാണ്. പഠിക്കുക. നീതിന്യായ കോടതികളുടെ മാർഗനിർദ്ദേശത്തിന് 1811 ഈ ചട്ടവരി ഓലകൾ പ്രസിദ്ധീകരിച്ചു. ഇമ്പോർട്ടന്റ് ആണ്. നീതിന്യായ കോടതികൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് 1811 ഈ പറഞ്ഞിരിക്കുന്ന ചട്ടവരി ഓലകൾ ആര് പ്രസിദ്ധീകരിച്ചു? നമ്മുടെ കേണൽ മൺട്രോ പ്രസിദ്ധീകരിച്ചു. പോലീസ് വകുപ്പ് വിപുലീകരിക്കുകയും ദിവാന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാക്കുകയും ചെയ്തു. പോലീസ് വകുപ്പ് ദേവസ്വങ്ങളുടെ ദുർഭരണം ഒഴിവാക്കാൻ അവയുടെ ഭരണം 1811 സെപ്റ്റംബറിൽ സർക്കാർ ഏറ്റെടുക്കുകയും ദേവസ്വങ്ങളുടെ ഭരണം പരിഷ്കരിക്കുകയും ചെയ്തു. ആരാണ്? കേണൽ മൺട്രോ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ദേവസ്വങ്ങളുടെ ദുർഭരണം ഒഴിവാക്കാനായിട്ട് അവയുടെ ഭരണം 1811 സെപ്റ്റംബറിൽ സർക്കാർ ഏറ്റെടുക്കുകയും ദേവസ്വങ്ങളുടെ ഭരണം പരിഷ്കരിക്കുകയും ചെയ്തു. ആരാണ്? കേണൽ മൺട്രോ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നീതിന്യായ കോടതികളുടെ മാർഗദർശനത്തിന് 1811 ഈ ചട്ടവരി ഓലകൾ പ്രസിദ്ധീകരിച്ചു. പോലീസ് വകുപ്പ് വിപുലീകരിക്കുകയും ദിവാന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാക്കുകയും ചെയ്തു. ദേവസ്വങ്ങളുടെ ദുർഭരണം ഒഴിവാക്കാൻ അവയുടെ ഭരണം 1811 സെപ്റ്റംബറിൽ സർക്കാർ ഏറ്റെടുക്കുകയും ദേവസ്വങ്ങളുടെ ഭരണം പരിഷ്കരിക്കുകയും ചെയ്തു. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യക്തിത്വമാണ് റാണി ഗൗരി പാർവതി ഭായി. ആരാണ്? റാണി ഗൗരി പാർവതി ഭായി. 1815 മുതൽ 1829 വരെ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി പാർവതി ഭായി. 1815 മുതൽ 1829 വരെ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി പാർവതി ഭായി. റാണി ഗൗരി പാർവതി ഭായിയുടെ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരി റാണി ഗൗരി പാർവതി ഭായി. പഠിച്ചോളനെ. തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് റാണി ഗൗരി പാർവതി ഭായിയാണ്. റാണി ഗൗരി പാർവതി ഭായിയുടെ ഭരണപരിഷ്കാരങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ ഭരണപരവും സാമൂഹികപരവുമായ പുരോഗതിയുടെ കാലഘട്ടമായിരുന്നു റാണി ഗൗരി പാർവതി ഭായിയുടെ ഭരണകാലഘട്ടം. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ ഭരണപരവും സാമൂഹ്യപരവും പുരോഗതി കാലഘട്ടമായിരുന്നു റാണി ഗൗരി പാർവതി ഭായിയുടെ ഭരണകാലഘട്ടം. 1814 ദിവാൻ പദവിയിൽ നിന്നും വിരമിച്ച കേണൽ മൺട്രോ 1818 വരെ റെസിഡന്റ് ഉദ്യോഗത്തിൽ തുടരുകയും ഇദ്ദേഹം പിരിഞ്ഞു പോകുന്നത് വരെയും ഭരണകാര്യത്തിൽ റാണി ഗൗരി പാർവതി ഭായിക്ക്
മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തു. 1814 ദിവാൻ പദവിയിൽ നിന്നും വിരമിച്ച കേണൽ മൺറോ 1818 വരെ റെസിഡന്റ് ഉദ്യോഗസ്ഥനായി തുടരുകയും ഇദ്ദേഹം പിരിഞ്ഞു പോകുന്നത് വരെയും ഭരണകാര്യത്തിൽ റാണി ഗൗരി പാർവതിഭായിക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തു. കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായി ആയിരുന്നു. കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? റാണി ഗൗരി പാർവതിഭായി ആയിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായി. ഇമ്പോർട്ടന്റ് പോയിന്റ്, റാണി ഗൗരി പാർവതിഭായിയുടെ ഭരണപരിഷ്കാരങ്ങള് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ ഭരണപരവും സാമൂഹ്യപരവും പുരോഗതിയുടെ കാലഘട്ടവുമായിരുന്നു. റാണി ഗൗരി പാർവതിഭായിയുടെ ഭരണകാലഘട്ടം 1814 ദിവാൻ പദവിയിൽ നിന്നും വിരമിച്ച കേണൽ മൺറോ 1818 വരെ റെസിഡന്റ് ഉദ്യോഗസ്ഥനായി തുടർന്നു. ഇദ്ദേഹം പിരിഞ്ഞു പോകുന്നതുവരെയും ഭരണകാര്യത്തിൽ റാണി ഗൗരി പാർവതിഭായിക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പഠിക്കുക. കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? റാണി ഗൗരി പാർവതിഭായി ആയിരുന്നു. പഠിക്കുക. ഇനി റാണി ഗൗരി പാർവതിഭായിയുടെ ഭരണകാലഘട്ടത്തില് കാർഷിക വാണിജ്യ മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏത് മേഖലകളാണ് സുഹൃത്തുക്കളെ? കാർഷിക വാണിജ്യ മേഖലകള്. ഇക്കാലത്ത് കൃഷിയും വാണിജ്യ രംഗവും ഗണ്യമായ രീതിയിൽ പുരോഗതി ഉണ്ടായി. അതായത് റാണി ഗൗരി പാർവതിഭായിയുടെ ഭരണകാലഘട്ടത്തില് കൃഷിക്കും വാണിജ്യ രംഗത്തും ഗണ്യമായ രീതിയിൽ പുരോഗതി ഉണ്ടായി. തരിശുനിലങ്ങളും കുന്നിൻപുറങ്ങളും കൃഷിക്ക് അനുയോജ്യമാക്കി തീർത്തു. തരിശുനിലങ്ങളും കുന്നിൻപുറങ്ങളും കൃഷിക്ക് അനുയോജ്യമാക്കി തീർത്തു. കയറ്റുമതിയിലും ഇറക്കുമതിയിലും ചുമത്തിയിരുന്ന ചുങ്കങ്ങൾ നിർത്തലാക്കുകയും വാണിജ്യത്തിനുമേൽ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. കയറ്റുമതിയിലും ഇറക്കുമതിയിലും ചുമത്തിയിരുന്ന ചുങ്കങ്ങൾ നിർത്തലാക്കുകയും വാണിജ്യത്തിനുമേൽ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. ആരാണ്? റാണി ഗൗരി പാർവതിഭായി. രാജ്യത്തിനകത്ത് വാണിജ്യ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി പാർവതിഭായി. പഠിച്ചോളനെ, രാജ്യത്തിനകത്ത് വാണിജ്യ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയ ഭരണാധികാരി ആരായിരുന്നു? റാണി ഗൗരി പാർവതിഭായി ആയിരുന്നു. ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായും നാണയം പരിഷ്കരിക്കുകയും ചെയ്തു. ആരാണ്? റാണി ഗൗരി പാർവതിഭായി. ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുകയും നാണയങ്ങൾ പരിഷ്കരിക്കുകയും ചെയ്തു റാണി ഗൗരി പാർവതിഭായി. ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വേളി മുതൽ കഠിനംകുളം വരെയുള്ള ജലപാതയായിരുന്ന പാർവതി പുത്തനാർ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് റാണി ഗൗരി പാർവതിഭായി ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വേളി മുതൽ കഠിനംകുളം വരെയുള്ള ജലപാതയായിരുന്ന പാർവതി പുത്തനാർ പണി കഴിപ്പിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ റാണി ഗൗരി പാർവതിഭായി ആണ്. ഒന്നുകൂടി പറയാം, റാണി ഗൗരി പാർവതിഭായിയുടെ ഭരണകാലഘട്ടത്തില് കാർഷിക വാണിജ്യ മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ കാലത്ത് കൃഷിയും വാണിജ്യ രംഗത്തും ഗണ്യമായ രീതിയിൽ പുരോഗതി ഉണ്ടായി. തരിശുനിലങ്ങളും കുന്നിൻപുറങ്ങളും കൃഷിക്ക് അനുയോജ്യമായി തീർന്നു. കയറ്റുമതിയിലും ഇറക്കുമതിയിലും ചുമത്തിയിരുന്ന ചുങ്കങ്ങൾ നിർത്തലാക്കുകയും വാണിജ്യത്തിനുമേലുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. രാജ്യത്തിനകത്ത് വാണിജ്യ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി പാർവതിഭായ്. ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുകയും നാണയങ്ങൾ പരിഷ്കരിക്കുകയും ചെയ്തു. ആരാണ്? റാണി ഗൗരി പാർവതിഭായ്. ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വേലി മുതൽ കഠിനംകുളം വരെയുള്ള ജലപാതയായിരുന്ന പാർവതി പുത്തനാർ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതിഭായി ആണ്. പഠിക്കുക. ഇനി റാണി ഗൗരി പാർവതിഭായിയുടെ കാലഘട്ടത്തിൽ നികുതി ഇനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. നികുതി ഇനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ. നാടിവാഴിത്തത്തിന്റെ പല നികുതി ബാധ്യതകളും റദ്ദാക്കി. നാടുവാഴിത്തത്തിന്റെ പല നികുതികളും റദ്ദാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായി ആണ്. സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ പണിയെടുപ്പിച്ചിരുന്ന പതിവ് നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായി. സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ വേതനം നൽകാതെ തൊഴിലാളികളെ പണിയെടുപ്പിച്ചിരുന്ന പതിവ് നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതിഭായി ആണ്. നായന്മാർക്കും ഈഴവർക്കും മറ്റും സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിന് അടിയറ എന്ന പേരിൽ ഭരണാധികാരികൾക്ക് പണം നൽകണമായിരുന്നു. ഇത് പൂർണ്ണമായും അവസാനിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ റാണി ഗൗരി പാർവതിഭായി ആണ്. പഠിച്ചോളനെ, നായന്മാർക്കും ഈഴവന്മാർക്കും മറ്റും സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിന് അടിയറ എന്ന പേരിൽ ഭരണാധികാരികൾക്ക് പണം നൽകണമായിരുന്നു. ഇത് പൂർണ്ണമായും അവസാനിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ റാണി ഗൗരി പാർവതിഭായി ആയിരുന്നു. പല ജാതിക്കാർക്കും ജാതിയുടെ പേരിൽ കൊടുത്തുകൊണ്ടിരുന്ന നികുതികൾ നിർത്തലാക്കിയത് റാണി ഗൗരി പാർവതിഭായി ആണ്. പല ജാതിക്കാർക്കും ജാതിയുടെ പേരിൽ കൊടുത്തുകൊണ്ടിരുന്ന നികുതികൾ നിർത്തലാക്കപ്പെട്ടത് ആരുടെ കാലത്തായിരുന്നു?
റാണി ഗൗരി പാർവതിഭായിയുടെ കാലഘട്ടത്തായിരുന്നു. ഒന്നുകൂടി പറയാം, നാടുവാഴിത്തത്തിന്റെ പല നികുതി ബാധ്യതകളും റദ്ദാക്കിയതാരായിരുന്നു? റാണി ഗൗരി പാർവതിഭായി ആയിരുന്നു. സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേതനം നൽകാതെ തൊഴിലാളികളെ പണിയെടുപ്പിച്ചിരുന്ന പതിവ് നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായി. നായന്മാർക്കും ഈഴവർക്കും മറ്റും സ്വർണത്തിലും വെള്ളിയിലും ആഭരണങ്ങൾ ധരിക്കുന്നതിന് അടിയറ എന്ന പേരിൽ ഭരണാധികാരികൾക്ക് പണം നൽകണമായിരുന്നു. ഇത് പൂർണ്ണമായും അവസാനിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായിയാണ്. പല ജാതിക്കാർക്കും ജാതിയുടെ പേരിൽ കൊടുത്തിരുന്ന നികുതി നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായി. പഠിക്കുക, ജാതിയുടെയോ പദവിയുടെയോ വ്യത്യാസം ബാധകമാകാതെ എല്ലാവർക്കും വീട് ഓടുമേയുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ടുള്ള രാജകീയ വിളംബരം നടത്തിയ ഭരണാധികാരി ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് റാണി ഗൗരി പാർവതിഭായി ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ജാതിയുടെയോ പദവിയുടെയോ വ്യത്യാസം ബാധകമാക്കാതെ ഏവർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും വീടുകൾ ഓടുമേയുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് രാജകീയ വിളംബരം നടത്തിയ ഭരണാധികാരി ആരും ചോദിച്ചാൽ അത് റാണി ഗൗരി പാർവതിഭായി ആണ്. ക്രൈസ്തവർക്ക് പള്ളി കെട്ടുന്നതിന് കരം ഒഴിവാക്കിക്കൊണ്ട് സ്ഥലം വിലയിടാക്കാതെ തടിയും കൊടുത്തിരുന്ന ഭരണാധികാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റാണി ഗൗരി പാർവതിഭായി ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ക്രൈസ്തവർക്ക് പള്ളികൾ കെട്ടുന്നതിന് വേണ്ടിയിട്ട് കരം ഒഴിവാക്കി സ്ഥലം വിലയിടാക്കാതെ തടിയും കൊടുത്തിരുന്ന ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് റാണി ഗൗരി പാർവതിഭായി ആയിരുന്നു. ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതിഭായി ആണ്. റാണി ഗൗരി പാർവതിഭായിയുടെ സഹായത്തോടെ ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിൽ 1820 അച്ചടിശാല സ്ഥാപിച്ചു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. റാണി ഗൗരി പാർവതിഭായിയുടെ സഹായത്തോടെ ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിലിൽ 1820 ഒരു അച്ചടിശാല സ്ഥാപിച്ചു. ഒന്നുകൂടി പറയാം, ജാതിയുടെയോ പദവിയുടെയോ വ്യത്യാസം ബാധകമാക്കാതെ എല്ലാവർക്കും വീടുകൾ ഓടുമേയുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് രാജകീയ വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായി. ക്രൈസ്തവർക്ക് പള്ളികൾ കെട്ടുന്നതിന് കരമൊഴിവാക്കിക്കൊണ്ട് സ്ഥലവും വിലയിടാക്കാതെ തടികളും നൽകിയതാരെന്ന് ചോദിച്ചാൽ അത് റാണി ഗൗരി പാർവതിഭായി ആയിരുന്നു. ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? റാണി ഗൗരി പാർവതിഭായി ആയിരുന്നു. റാണി ഗൗരി പാർവതിഭായിയുടെ സഹായത്തോടെ ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിലിലെ 1820 ഒരു അച്ചടിശാല സ്ഥാപിക്കുകയും ചെയ്തു. പഠിക്കുക, ചർച്ച് മിഷൻ സൊസൈറ്റിക്ക്, അതായത് നമ്മുടെ CMS കേട്ടോ, ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് കോട്ടയത്ത് പ്രവർത്തനം നടത്താൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്ത തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ റാണി ഗൗരി പാർവതിഭായി ആണ്. അതുകൊണ്ട് തന്നെ 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിതമാവുകയും ചെയ്തു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് കോട്ടയത്ത് പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ CMSന് കോട്ടയത്ത് പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തതാരെന്ന് ചോദിച്ചാൽ നമ്മുടെ റാണി ഗൗരി പാർവതിഭായി ആണ്. അതുകൊണ്ട് തന്നെ 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിതമാവുകയും ചെയ്തു. സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കൊല്ലം ജില്ലയിലെ കല്ലടയിൽ ഒരു പ്രദേശം വിട്ടുകൊടുക്കുകയുണ്ടായി. പിൽക്കാലത്ത് ഈ പ്രദേശം മൺട്രോ തുരുത്ത് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിലെ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊല്ലം ജില്ലയിലെ കല്ലടയില് ഒരു പ്രദേശം വിട്ടുകൊടുക്കുകയുണ്ടായി. പിൽക്കാലത്ത് ഈ പ്രദേശം മൺട്രോ തുരുത്ത് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ റാണി ഗൗരി പാർവതിഭായിയുടെ കാലഘട്ടത്തുണ്ടായിരുന്ന വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയാണ്. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. പഠിക്കുക, 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് റാണി ഗൗരി പാർവതിഭായി ആണ്. ഇമ്പോർട്ടന്റ് ആണ്. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതിഭായി ആണ്. ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായി. ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? റാണി ഗൗരി പാർവതിഭായി ആയിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMSന് കോട്ടയത്ത് പ്രവർത്തനം നടത്താൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ആരെന്ന് ചോദിച്ചാൽ റാണി ഗൗരി പാർവതിഭായി ആണ്. ഇതുമൂലം 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിതമാവുകയും ചെയ്തു. സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിലെ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്
കൊല്ലം ജില്ലയിലെ കല്ലടയില് ഒരു പ്രദേശം വിട്ടുകൊടുക്കുകയുണ്ടായി. പിൽക്കാലത്ത് ഈ പ്രദേശത്തെ മൺട്രോ തുരുത്ത് എന്ന പേരില് അറിയപ്പെട്ടു. ഇനി നമ്മൾ പറഞ്ഞത് വിദ്യാഭ്യാസ മേഖലയില് റാണി ഗൗരി പാർവതിഭായ് ഉണ്ടായിരുന്ന സമയത്തുള്ള പുരോഗമനങ്ങളാണ്. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായി ആണ്. ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളി കൂടങ്ങൾ സ്ഥാപിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാല് അത് നമ്മുടെ റാണി ഗൗരി പാർവതിഭായി ആണ്. പഠിക്കുക. ഇത്രയുമായിരുന്നു ഇന്നത്തെ നമ്മുടെ തിരുവിതാംകൂർ രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. ഇത് നമ്മുടെ പാർട്ട് 3 ആണ് സുഹൃത്തുക്കളെ. ഇനി പാർട്ട് 4 ഉടൻ തന്നെ വരുന്നതാണ്. അവിടെ മറ്റു ചില പ്രധാനപ്പെട്ട തിരുവിതാംകൂർ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.